ഈശോയുടെ സ്നേഹത്തിൽ സഹോദരി സഹോദരന്മാരെ, ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവായ ദൈവത്തിൻ്റെ വലിയ വാത്സല്യം മക്കളായി നമുക്ക് അനുദിനം അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അവബോധത്തോടെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനും അറിയിക്കുവാൻ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലായിരിക്കുന്ന ശ്രവിക്കുന്ന എല്ലാ മക്കളും ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ അനുഗ്രഹിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരെ പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 27-ാമത്തെ തിരുവചനം, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ. അതൊരു വലിയൊരു രഹസ്യമായിട്ടാണ് പൗലോസ്ലീഹ വിവക്ഷിക്കുന്നത്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന ബോധ്യത്തോടെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി സ്നേഹപൂർവ്വം ആദരപൂർവ്വം നമുക്ക് പറയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപയിൽ ജീവിച്ച് വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധനായി മരിച്ച ഒരു വ്യക്തിയാണ് പാതിരെ പിയോ. കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും യൂറോപ്പിലാകമാനവും അമേരിക്കയിലും വളരെ സ്വാധീനം ചെലുത്തിയ ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം എന്ന് നമുക്കറിയാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തിൽ ജീവിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ കപ്പൂച്ചൻ സഭയിൽ ചേർന്ന് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും വലിയൊരു മാതൃകയായി ജീവിച്ച് മരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. പഞ്ചക്ഷധാരിയാണെന്ന് നമുക്കറിയാം. യേശുവിൻ്റെ 5 തിരുമുറിവ് കിട്ടിയ ആദ്യത്തെ വൈദികനായിരുന്നു ഈ വിശുദ്ധ പാതിരെ പിയോ. മറ്റ് ഒത്തിരി ആത്മീയമായ വരങ്ങളും അത്ഭുതകരമായ ശക്തികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വളരെ പ്രത്യേകമായി ബൈലൊക്കേഷൻ എന്ന് പറയും, ഒരു സമയത്ത് 2 ഇടങ്ങളിലായിരിക്കുവാനുള്ള ഒരു പ്രത്യേക വരം. അങ്ങനെ ഒത്തിരി വരങ്ങളാലും ഫലങ്ങളാലും ദാനങ്ങളാലും വിശുദ്ധ പദവി അലങ്കരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സെപ്റ്റംബർ മാസം 23-ാം തീയതി ആഗോളസഭ ആ വലിയ വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും സഹായവും പ്രാർത്ഥനയും നമുക്ക് യാചിക്കുകയും ചെയ്യാം. ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന പ്രസിദ്ധമായ സ്ഥലത്ത് പിയത്രൽചീന എന്ന് പറയുന്ന ചെറിയൊരു പട്ടണത്തിലാണ് 1887 മെയ് മാസം 20-ാം തീയതി ഗ്രാസിയ ജൂസപ്പെ എന്ന ദമ്പതിമാർക്ക് ഉണ്ടായ 2ാമത്തെ മകനായിരുന്നു ഇദ്ദേഹം. അവർക്ക് പിന്നീട് മക്കളുണ്ടായി. അങ്ങനെ 8 മക്കൾ ആ കുടുംബത്തിലുണ്ടായിരുന്നു. വിശുദ്ധ ഫ്രാൻസിസിനോട് ഈ മാതാപിതാക്കന്മാർക്ക് വലിയ ഭക്തിയും അടുപ്പവും ഉള്ളതുകൊണ്ട് ഈ കുഞ്ഞിന് അവർ പേരിട്ടത് ഫ്രാൻസിസ് എന്നാണ്. അങ്ങനെ ഫ്രാൻസിസ്
സാമാന്യം മിടുക്കനായിട്ട് ആ കുടുംബത്തിൽ വളർന്നു വന്നു. അതേസമയം തന്നെ ജനിച്ച അന്ന് മുതൽ നാളുകളായിട്ട് ഈ കുഞ്ഞിന് നിലയ്ക്കാത്ത കരച്ചിലായിരുന്നു. ചില എഴുത്തുകാർ കരച്ചിലിൻ്റെ മധ്യസ്ഥൻ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരന്തരമായി വീട്ടിൽ കരച്ചിലും ബഹളവും ആയതുകൊണ്ട് എല്ലാവർക്കും അസ്വസ്ഥതയായി. പ്രത്യേകിച്ച് അപ്പൻ അല്പം എടുത്തിയാട്ടക്കാരനാണ്, ദേഷ്യക്കാരനാണ്. ഒരിക്കൽ ഈ കുഞ്ഞിനെ ചീത്ത വിളിച്ചുകൊണ്ട് ഈ അപ്പൻ കരയുന്ന കുഞ്ഞിനെ എടുത്തെറിഞ്ഞു. ഈ കുഞ്ഞ് നിലത്ത് വീണു എങ്കിലും പരിക്കൊന്നും പറ്റിയില്ല എന്ന് മാത്രമല്ല, അതോടെ കരച്ചിൽ നിൽക്കുകയും ചെയ്തു. നിങ്ങളാരിത് പരീക്ഷിക്കരുത്, ചിലപ്പോൾ അത് സംഭവിക്കണമെന്നില്ല. ഏതായാലും ആ ഏറോടുകൂടി ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ നിന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞുപ്രായം മുതൽ കുഞ്ഞിന് ഒത്തിരി രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ചികിത്സയും മരുന്നുമായിട്ട് മാതാപിതാക്കന്മാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കുഞ്ഞിനെ പ്രതി. എങ്കിലും ശാന്തനാണ്, നല്ല പ്രാർത്ഥനാരൂപിയുണ്ട്. പ്രത്യേകിച്ച് മാതാവിനോടും കാവൽമാലാകന്മാരോടും വലിയ ഭക്തി ഈ കുഞ്ഞിനുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ പൈശാചിക പീഡകൾ, അതിലുപരി ദർശനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പേടിപ്പെടുത്തുന്ന പിശാചിൻ്റെതായ ദർശനങ്ങൾ ഈ കുഞ്ഞിന് കിട്ടിയിരുന്നെന്നാണ് പറയുന്നത്. ശാന്തനായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ മോശമായി സംസാരിക്കുന്ന കുഞ്ഞ് താങ്ങാൻ പറ്റിയല്ല. കൂട്ടുകാരൊക്കെ കൂടി നടക്കുമ്പോൾ അവരിൽ നിന്ന് ചീത്ത വാക്ക് പറഞ്ഞാൽ ഈ ഫ്രാൻസിസ് ഈ കുട്ടി അവിടെ ഉണ്ടാവില്ല, അവൻ ഓടിപ്പോവും, പേടിയാണ്. ഒരിക്കലും ഇങ്ങനെയാണ് പറയുന്നത്, ആടിനെ മേയ്ക്കാൻ പോകുമ്പോൾ ഒരു കൂട്ടുകാരനുമായിട്ട് അല്പം ഗുസ്തി പിടിച്ചു. ഈ കൂട്ടുകാരനെ തോൽപ്പിച്ച് അവനെ മലത്തിയടിച്ചു. അപ്പോൾ ഇവനെ ഇങ്ങനെ തോൽപ്പിച്ച് ഇവനെ പിടിച്ച് കടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കൂട്ടുകാരൻ എന്തോ ചീത്ത വാക്ക് പറഞ്ഞു. ഉടനെ ഈ ഫ്രാൻസിസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. കാരണം അദ്ദേഹത്തിന് അങ്ങനെ ചീത്ത വാക്ക് സഹിക്കാൻ പറ്റിയല്ല. അദ്ദേഹം പറയുന്നത്, പാപം നിറഞ്ഞ വാക്കുകൾക്ക് ഓടയിൽ നിന്നും വരുന്നതിനേക്കാൾ ദുർഗന്ധമുണ്ടെന്നാണ്. അപ്പോൾ ഒത്തിരി ദുർഗന്ധം വഹിപ്പിക്കുന്ന കാര്യമായിട്ടാണ് ഈ മോശമായ വാക്കുകളെ അദ്ദേഹം കണ്ടത്. ഇപ്പോൾ കുഞ്ഞുപ്രായത്തിൽ തന്നെ സംസാരത്തിൽ എത്രയോ ശുദ്ധത ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത്. പിന്നെ അല്പം പ്രായമായി 5 വയസ്സ് 6 വയസ്സൊക്കെ ആകുമ്പോൾ അദ്ദേഹം പള്ളിയിൽ പോകാൻ തുടങ്ങി, ദേവാലയ ശുശ്രൂഷയ്ക്ക് സഹായിക്കാൻ തുടങ്ങി. ഈ ബാലൻ്റെ ഏറ്റവും താല്പര്യമുള്ള കാര്യം കുർബാനയ്ക്ക് പോയി കുർബാനയിൽ പങ്കെടുക്കുക, ശുശ്രൂഷ ചെയ്യുക. എന്നാലും അവിടെ തിരിച്ചു പോരുകയല്ല, അവിടെ ചുറ്റിപ്പറ്റിയ കുറേ സമയം ചിലവഴിക്കും. അപ്പോൾ ആ പ്രായത്തിൽ പോലും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്യുകയും ആ പരിസരത്തിലൊക്കെ ആയിരിക്കുക എന്നുള്ളതായിരുന്നു. എന്ന് മാത്രമല്ല, 9ാമത്തെ വയസ്സാകുമ്പോൾ ഒത്തിരി തപശ്ചര്യകൾ, താപസ പ്രവൃത്തികൾ ഈ കുട്ടി ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ തന്നെ എന്തൊക്കെയോ സവിശേഷതകൾ ഈ കുട്ടിയിൽ ആ മാതാപിതാക്കന്മാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ കഠിനമായ തപശ്ചര്യ കണ്ട് ഒരിക്കൽ അമ്മ ഇങ്ങനെ സങ്കടം പറഞ്ഞു. ഉടനെ അവൻ പറഞ്ഞ മറുപടി ഇതാണ്, എൻ്റെ പ്രാർത്ഥന ധാരാളം ആവശ്യമുള്ളവർ ഈ ലോകത്തുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ അവർക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടും? അപ്പോൾ തൻ്റെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ, തപശ്ചര്യകൾ, കഠിനമായ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ തനിക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന, അതുവഴി ദൈവാനുഗ്രഹം സ്വീകരിക്കേണ്ട ലോകത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഈ കുട്ടി സമർപ്പിച്ചത് എന്നുള്ളതാണ്. ഒരിക്കൽ ചാട്ടവാറുണ്ടാക്കി തൻ്റെ ശരീരത്തെ തന്നെ അടിക്കുമ്പോൾ, പണ്ടത്തെ രീതി അതാണ് നമുക്കറിയാം. അപ്പോൾ അമ്മ സങ്കടപ്പെട്ട് ഇവൻ്റെ അടുത്തേക്ക് വന്നു. ഉടനെ ഇവൻ പറഞ്ഞു, അമ്മേ, ഈശോ ചമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്നല്ലേ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ഞാനും എൻ്റെ ശരീരത്തെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് ചില ബോധ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീട് വലുതായി കഴിഞ്ഞപ്പോൾ ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, പിതാവേ, എന്താണ് സഹനം? അദ്ദേഹം മറുപടി പറയുകയാണ്, പാപപരിഹാരം. അങ്ങേക്ക് അത് എന്താണ്? ഉടനെ അദ്ദേഹം പറയുന്നു, എൻ്റെ അന്നത്തെ അപ്പവും എൻ്റെ ആനന്ദവും. അപ്പോൾ അന്നന്ന് വേണ്ട അപ്പവും എൻ്റെ ആനന്ദവുമാണ് തൻ്റെ സഹനമെന്ന് അദ്ദേഹം പിന്നീട് പറയുമ്പോൾ ഒരുപക്ഷെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു അവബോധം ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ.
ഈ മാതാപിതാക്കന്മാർക്ക് തീരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലായിരുന്നു. സാധാരണ കൃഷിക്കാരും ആടിന് മേയ്ക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിയെയും അവർ ചെറുപ്രായത്തിൽ സ്കൂളിൽ വിട്ടില്ല, പഠിക്കാൻ വിട്ടില്ല, ആട് മേയ്ക്കാൻ വിട്ടു. അങ്ങനെ ആട് മേയ്ക്കലായിരുന്നു ചെറിയ പ്രായത്തിൽ കുട്ടിയുടെ ജോലി. എന്നാലും കുറച്ച് വലുതായി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർ തോന്നി ഇവനെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ വലുതായ കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടാൽ അവനാകെ വിഷമമായിരിക്കും, നാണക്കേടായിരിക്കും. അതുകൊണ്ട് അവർ വീട്ടിലേക്ക് ഒരു അധ്യാപകനെ വരുത്തി കോച്ചിങ് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയെ ഇവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയും പഠിപ്പിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ വ്യക്തി ഒത്തിരി അധാർമികതയുള്ള, വളരെ മോശമായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിക്ക്, ഈ ഫ്രാൻസിസിന് അയാളുടെ അടുത്ത് പഠിക്കാൻ യാതൊരു താല്പര്യമുണ്ടായില്ല. എന്ന് മാത്രമല്ല, ചെറുപ്രായത്തിൽ പോലും അയാൾ ചെയ്യുന്ന ചില പാപപ്രവർത്തികളെ, തെറ്റുകളെ ഈ കുട്ടി വിമർശിക്കാനോ ചോദ്യം ചെയ്യാനോ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി. അത് ഈ അധ്യാപകന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ അധ്യാപകൻ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇവൻ്റെ അമ്മയോട് പറഞ്ഞു, ഇവന് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, ഇവൻ വെറും കഴുതയാണ്, ഇവനെ ആട് മേയ്ക്കാൻ വിട്ടാൽ മതി. പക്ഷെ അങ്ങനെ പറയാനുള്ള കാരണം ഇവനിങ്ങനെ ഈ അധ്യാപകൻ്റെ മോശമായ പ്രവൃത്തികളെ വിമർശിച്ചതുകൊണ്ടാണ്. ഏതായാലും അങ്ങനെ വിദ്യാഭ്യാസം കാര്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയില്ല. എന്ന് മാത്രമല്ല, 12ാമത്തെ വയസ്സിൽ ഈ കുട്ടിക്ക് ഏറ്റവും കഠിനമായ രോഗമുണ്ടായി. ദിവസങ്ങളോളം 1 or 2 സ്പൂൺ വെള്ളം കുടിച്ച് മാത്രമാണ് ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തിയത്. പിന്നെ ഡോക്ടർമാർ വന്ന് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവൻ രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അന്ന് ഒരു ഡോക്ടർ പറഞ്ഞത് 24 മണിക്കൂറാണ്. 24 മണിക്കൂർ ആയുസ് മാത്രമേ ഈ കുട്ടിക്ക് ഡോക്ടർ വൈദ്യശാസ്ത്രം കൽപ്പിച്ചിരുന്നുള്ളൂ. ഏതായാലും പ്രിയപ്പെട്ടവരെ, കർത്താവ് അതല്ലായിരുന്നു പദ്ധതി ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞു, സാവകാശം ഈ കുട്ടിയുടെ ആരോഗ്യം വീണ്ടെടുത്തു. ഇവൻ ആരോഗ്യവാനായി വന്നു. 15ാമത്തെ വയസ്സെത്തിയപ്പോൾ ഇവൻ്റെ ജീവിതാന്തസ്സ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചുള്ള തീരുമാനിക്കേണ്ട സമയമായി. 5ാമത്തെ വയസ്സ് മുതൽ ഈ കുട്ടിക്ക് ഒരു വൈദികനാകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ല. അതുകൊണ്ട് പ്രാർത്ഥനയും പരിത്യാഗവും തപശ്ശേരികളൊക്കെ അതിനുവേണ്ടി തന്നെയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ 15ാമത്തെ വയസ്സായപ്പോൾ ഇങ്ങനെ ഈ വൈദികനാകാനുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. പക്ഷെ അപ്പന് തീരെ താല്പര്യമില്ലായിരുന്നു. ഇവന് ആഗ്രഹം പറഞ്ഞ് കപ്പൂച്ചൻ സഭ ചേരാനാണ്. കാരണം ഇവൻ്റെ സ്ഥലത്ത്, ആ പ്രദേശത്തൂടെയൊക്കെ ഒത്തിരി കപ്പൂച്ചന്മാർ ചെരുപ്പില്ലാതെ വളരെ പരിത്യാഗത്തോടെ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭിക്ഷ യാചിച്ച് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് കപ്പൂച്ചൻ സഭയിലെ മിക്ക അംഗങ്ങളൊക്കെ ജീവിച്ചതും അവരതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതും. അപ്പോൾ ഇങ്ങനെ ഭിക്ഷ യാചിച്ച് വരുന്ന ഈ ഒരു കാപ്പിക്കളർ ഉടുപ്പിട്ട, അരയ്ക്ക് കെട്ടുള്ള തപശ്ചര്യന്മാരായ, താപശ്രേഷ്ഠന്മാരായ കപ്പൂച്ചന്മാരെ കണ്ട് ആ സഭയിൽ ചേരണമെന്നായിരുന്നു ഈ കുട്ടിയുടെ ആഗ്രഹം. ഇപ്പോൾ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് അപ്പൻ എതിർത്തെങ്കിലും നിർബന്ധം സഹിക്കാതെ അതിന് അനുവാദം കൊടുത്തു. അങ്ങനെ അനുവാദം കൊടുത്ത് വികാരിച്ചനെ പോയി കണ്ട് വികാരിച്ചനെ സമ്മതിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കൂട്ടുകാരൻ ഇവനോട് അസൂയ തോന്നിയും വികാരിച്ചൻ്റെ അടുത്ത് ഒരു ഊമക്കത്ത് അയച്ചു. ഇവന് അടുത്തുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് പ്രേമമാണെന്നും പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് വികാരിച്ചന് ഭയങ്കര ദേഷ്യം തോന്നി. ഇവനെ അൾത്താര സംഘത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കി. പിന്നെ സെമിനാരിൽ വിടില്ല, ഞാൻ ഇനി കത്ത് തരില്ല എന്നൊക്കെ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾ വികാരിച്ച് മറ്റു ചിലരെയും കൊണ്ട് അന്വേഷിപ്പിച്ചു. അപ്പോൾ മനസ്സിലായി ഇത് വെറും ആരോപണമാണ് എന്ന്. അപ്പോൾ സഭയിൽ ചേരാൻ തുടങ്ങുമ്പോൾ തന്നെ പാദ്രി പിയോയ്ക്ക് ഇങ്ങനെ അപമാനകരമായ ആരോപണം നേരിടേണ്ടി വന്നെങ്കിൽ ജീവിതകാലം ഏതാണ്ട് മുഴുവനും പല രീതിയിലുള്ള അപമാനത്തിൻ്റെയും സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും അനുഭവത്തിലൂടെയാണ് ആ മനുഷ്യൻ കടന്നുപോയതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വായിക്കുമ്പം നമുക്കറിയാം. ഏതായാലും 1903 ജനുവരി മാസം 6-ാം തീയതി അദ്ദേഹം കപ്പൂച്ചൻ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു, നോവിച്ചേറ്റിൽ ചേർന്നു. നോവിച്ചേറ്റിൽ വെച്ച് അതിൻ്റെ പുതിയ പേര് കൊടുത്തു, പിയോ, ബ്രദർ പിയോ സഹോദരൻ. അങ്ങനെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ആ വിളിപ്പേരിൽ നിന്നും പിയോ എന്ന പേരിലേക്ക് ഇദ്ദേഹം മാറുന്നത് കപ്പൂച്ചൻ സഭയിൽ അംഗമായി ചേരുമ്പോഴാണ്. അപ്പോൾ കഠിനമായ ജീവിതശൈലിയാണ് കപ്പൂച്ചൻ സഭയുടെ എന്ന് നമുക്കറിയാം, പ്രത്യേകിച്ച് പണ്ട് കാലത്ത്. ഇന്നിപ്പോൾ അത്രയൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കപ്പൂച്ചൻ സഭയിൽ ഒരു വ്യക്തി സന്യാസിയാകാമെന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയയും ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഠിനമായ തപസ്സും തന്നെയാണ്. ഏതായാലും പാദ്രി പിയോയ്ക്ക്, അല്ലെങ്കിൽ ഈ പിയോയ്ക്ക്, പാദ്രി പിയോ എന്ന് പേരായിരുന്നില്ല, പിയോയ്ക്ക്, ബ്രദർ പിയോയ്ക്ക് ഈ ജീവിതം വലിയ വിഷമമായി തോന്നിയില്ല. കാരണം വീട്ടിൽ തന്നെ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒത്തിരി പ്രാശ്ചിത്ത പരിഹാര പ്രവർത്തികളും
പ്രാർത്ഥനയും നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ജീവിതം എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചു. കൂടെ രോഗം വരുന്നുണ്ട്. അപ്പോൾ കുറേ ഇങ്ങനെ പലപ്പോഴായി രോഗം വരുന്നതുകൊണ്ട് അധികാരികൾ പറഞ്ഞു, എന്നാൽ വീട്ടിലേക്ക് വിട്ടാക്കാം. തൽക്കാലത്തേക്കോ സ്ഥിരമായിട്ടോ അവർ തീരുമാനിച്ചില്ല. വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ കയറിയാൽ രോഗമില്ല. രോഗം സൗഖ്യപ്പെട്ട് തിരിച്ച് ആശ്രമത്തിൽ വന്നാൽ വീണ്ടും രോഗമായി. ഇപ്പോൾ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി എല്ലാവർക്കും. ഇദ്ദേഹത്തിന് പോലും വിഷമമായി. ബ്രദർ പിയോ ഇങ്ങനെ പറയാനും ചിന്തിക്കാൻ തുടങ്ങി, ചിലപ്പോൾ എനിക്ക് ഈ ദൈവവിളി ഇല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാൻ ആശ്രമത്തിലേക്ക് വരുമ്പോൾ എനിക്ക് രോഗം വരുന്നതും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ രോഗമില്ലാത്തതും. ഏതായാലും പിന്നീട് ആ രോഗത്തിൻ്റെ കാഠിന്യം കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ കണ്ടിട്ട് ദൈവത്തോടെ നിരന്തരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടിലേക്ക് വിട്ടെങ്കിലും രോഗപീഠകളുണ്ടെങ്കിലും ഈശോയുടെ മാതാവിൻ്റെയും ദർശനങ്ങൾ അദ്ദേഹത്തിന് പലപ്പോഴും കിട്ടാറുണ്ടായിരുന്നു. അങ്ങനെ 1910 ഓഗസ്റ്റ് മാസം 10 അദ്ദേഹം വൈദികനായി. അത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം ആരംഭിക്കുകയാണ് നമുക്കറിയാം. അന്നു മുതലാണ് ഈ ബ്രദർ പിയോ, പാദ്രെ പിയോ, നമുക്കറിയാം പാദ്രെ എന്ന വാക്കിൻ്റെ അർത്ഥം ഫാദർ എന്നാണ്. അപ്പോൾ ഫാദർ പിയോ എന്ന പേരിലേക്ക്, അല്ലെങ്കിൽ പാദ്രെ പിയോ എന്ന പേരിലേക്ക് അദ്ദേഹം മാറിയതും അറിയപ്പെടാൻ തുടങ്ങിയതും. 24 വയസ്സുള്ള ഒരു കൊച്ചച്ഛൻ, പക്ഷെ പിന്നീട് നിരന്തരമായ രോഗപീഠകൾ വീണ്ടും. അപ്പം അതിങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലും കാലിലും നെഞ്ചിലും പ്രത്യേക വേദന അദ്ദേഹത്തിന് അനുഭവിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ കയ്യിലും കാലിലും ഒക്കെ ചുമന്ന പാടുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഇതെന്താണെന്ന് ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ രോഗത്തിൻ്റെ ഭാഗമായിരിക്കും എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും കരുതിയത്. ഏതായാലും പ്രിയപ്പെട്ടവരെ, 1918 ഓഗസ്റ്റ് മാസം 20-ാം തീയതി അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രകാശപൂർണനായ ക്രൂശിത രൂപത്തെ കാണുകയും ആ ക്രൂശിത രൂപത്തിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ കൈകളിലേക്കും കാലുകളിലേക്കും നെഞ്ചിലേക്കും ഒരു പ്രത്യേക പ്രകാശം വരികയും അവിടെയെല്ലാം മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിന് പഞ്ചക്ഷതം കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കുറേ കാലം അദ്ദേഹം ഇത് മറച്ചു വെച്ചു, ആരോടും പറഞ്ഞില്ല. കഠിനമായ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഈ വേദന കൊണ്ട് പൊളയുന്നതൊക്കെ മറ്റ് സഹോദരങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും പിന്നീട് ചില സഹോദരന്മാർ ഒളിച്ചും പാത്തും ഇരുന്ന് ഇതെന്താണെന്ന് മനസ്സിലാക്കി അധികാരികളെ അറിയിച്ചു. അധികാരികൾ ചോദ്യം ചെയ്തു. അനുസരണത്തിൻ്റെ പുറത്ത് ഇദ്ദേഹം തൻ്റെ അനുഭവം അവരോട് പറഞ്ഞു. ഇവിടെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പഞ്ചക്ഷതം കിട്ടണമെന്നൊക്കെ. ചിലർ പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷെ അത്രമാത്രം ശാരീരികമായ പീഡകളാണ്, സഹനമാണ് എന്ന് നമുക്കറിയത്തില്ല. പാതിരിപ്പിയെ സംബന്ധിച്ച് ശാരീരികമായ വേദനയിലുപരിയായിട്ട് മാനസികമായ ആന്തരികമായ ഒത്തിരി വേദന അദ്ദേഹത്തെ അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി പേര് അദ്ദേഹത്തെ വിമർശിച്ചു, ഒത്തിരി പേര് കുറ്റപ്പെടുത്തി. ചിലർ പറഞ്ഞു ഇത് അദ്ദേഹം തന്നെ കുത്തിയുണ്ടാക്കിയ മുറിവുകളാണ്, ഇത് അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഇങ്ങനെ പല രീതിയിലുള്ള അപമാനകരമായ പല അഭിപ്രായങ്ങളും വർത്തമാനങ്ങളൊക്കെ അവിടെ ഉണ്ടായി. ഏതായാലും സംഭവം മേലധികാരികൾ അറിഞ്ഞു. വത്തിക്കാൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ നിരന്തരമായി നിരീക്ഷിക്കുവാൻ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചു. പക്ഷേ അവർക്ക് ഈ മുറിവിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ അധികാരികൾ പരസ്യമായി കുർബാന ചെല്ലുന്നതിന് വിലക്കുകയും വർഷങ്ങളോളം ആശ്രമത്തിൽ ഏതാണ്ട് വീട്ടുതടങ്കലിൽ എന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന് കഴിയേണ്ടിയും വന്നു. നമ്മൾ അറിയേണ്ടത്, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അദ്ദേഹം അധികാരികൾക്കെതിരായിട്ട് പിറുപിറുക്കുകയോ വിമർശിക്കുകയോ ചെയ്തിട്ടില്ല. യേശുവിൻ്റെ 5 തിരുമുറിവ് കിട്ടിയ വ്യക്തിക്ക് ഇങ്ങനെ ഇത്രമാത്രം മാനസികമായ അപമാനങ്ങളും വേദനകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ നേരിടുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കുന്നതെന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് നല്ലതാണ്. നമ്മളൊക്കെ പലപ്പോഴും പാപം ചെയ്തിട്ടോ നമ്മുടെ എന്തെങ്കിലും വീഴ്ചകൾ വഴിയായിട്ടോ കുറവുകൾ വഴിയായിട്ടോ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, ഇദ്ദേഹത്തിന് യേശുവിൻ്റെ 5 തിരുമുറിവ് കിട്ടിയതിൻ്റെ പേരിലാണ് ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടത് വന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഏതായാലും
ഒത്തിരി പ്രാവശ്യം ഇങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടന്നു, പലരും ഇടപെട്ടു. അതിനുശേഷം 1933 ജൂലൈ മാസം 14-ാം തീയതി എല്ലാ നിയന്ത്രണങ്ങളും പിൻവലിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ സഭ അനുവാദം കൊടുത്തു. നമ്മൾ കേട്ടിട്ടുണ്ട്, പാതിരിയപ്പയുടെ ഒരു കുർബാനയ്ക്ക് 10,000-കണക്കിന് ആളുകൾ വരുമായിരുന്നു. 5 മണിക്കൂറാണ് കുർബാന സമയം അദ്ദേഹം എടുത്തത്. 5 മണിക്കൂർ. അത്ര ഭക്തിയോടെ, അത്ര തീക്ഷ്ണതയോടെ, അത്ര വിശുദ്ധിയോടെയാണ് അദ്ദേഹം ആ കുർബാന അർപ്പിച്ചത്. നമ്മുടെയൊക്കെ പള്ളികളിലോ ഇടവപ്പള്ളിയിലോ ഒക്കെ ഒരു 5 മിനിറ്റ് കുർബാന നീണ്ടുപോയാൽ, അതിലൊരു 10 മിനിറ്റ് പ്രസംഗം നീണ്ടുപോയാൽ നമ്മൾ അത്രമാത്രം അസ്വസ്ഥരായിരിക്കും. നമ്മുടെ ഒരു അനുഭവം എന്തായിരിക്കുമെന്ന് ഓർക്കും നല്ലതാണ്. അദ്ദേഹം ചില ദിവസങ്ങളിൽ 40 ജപമാല വരെ ചെല്ലാറുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ ദിവസവും പുലർച്ചെ 1:30 എഴുന്നേറ്റ് മുഴുവൻ കൊന്ത ചൊല്ലിയാണ് അന്നത്തെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെ പ്രഭാത ബലിക്ക് വേണ്ടി അദ്ദേഹം പുലർച്ചെ 1:30 എഴുന്നേറ്റ് മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ അറിയണം. അതായത് മണിക്കൂറുകൾ ഒരുക്കത്തിന് ശേഷമാണ് അദ്ദേഹം കുർബാന അർപ്പിക്കുന്നത് തന്നെ. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഒരു സംഭവം പറയുന്നത് ഇങ്ങനെയാണ്. അമേരിക്കൻ പട്ടാളക്കാരോട്, പൈലറ്റുമാരോട് സാൻ ജോവാനോ റൊത്താന്തോ, അവിടെയാണ് പാതിരിയപ്പ താമസിക്കുന്നത്, അവിടെ ബോംബിടാൻ അവിടെ ഗവൺമെൻറ് ആവശ്യപ്പെട്ട കാരണം അവിടെയുള്ള ചില സ്ഥലങ്ങളിൽ ഇറ്റലിക്കാരുടെ ആയുധശേഖരമുണ്ടെന്നുള്ള അറിവിനെ തുടർന്ന് ഇങ്ങനെ ഇവർ വിമാനങ്ങളായിട്ട് വന്ന് ബോംബിടാൻ ശ്രമിക്കുമ്പോൾ അവിടെ ബോംബിടാൻ പറ്റിയില്ല. ഇപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു കപ്പൂച്ചൻ്റെ കരങ്ങൾ ഉയർന്നു നിൽക്കുന്നു, ഞങ്ങൾ വഴിമാറ്റി വിട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ പ്രദേശത്ത് ബോംബിടാണ്ട് ആ പ്രദേശം രക്ഷപ്പെട്ടു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അത് പാതിരിയപ്പയുടെ മാധ്യസ്ഥമാണ്, അല്ലെങ്കിൽ പാതിരിയപ്പയുടെ ഇടപെടലാണെന്നാണ് തെളിയിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ പിന്നീടും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ജീവിച്ചിരിക്കുമ്പോൾ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അറിഞ്ഞ് വരാനുള്ള കാരണം അദ്ദേഹത്തിലൂടെ കർത്താവായ ഈശോ അത്ഭുതകരമായി പ്രവർത്തിച്ചതുകൊണ്ടാണ്. 1962 നമ്മുടെ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ, അദ്ദേഹം അന്ന് മെത്രാനാണ്, പാതിരിയപ്പയെ കാണാൻ വേണ്ടി സാൻ ജോവാനോ റൊത്താന്തോയിൽ ചെന്നു. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹത്തോട് ഒരു പ്രാർത്ഥനാ സഹായം എഴുതി കൊടുത്തു. പ്രാർത്ഥനാ സഹായം ഇതാണ്: ജോൺ രണ്ടാം മാർപ്പാപ്പ അറിയുന്ന ഒരു ഡോക്ടറുണ്ട്, 6 കുട്ടികളുടെ അമ്മയാണ്. ഈ ഡോക്ടർക്ക് ഗുരുതരമായ ക്യാൻസർ പിടിപെട്ടു. വൈദ്യശാസ്ത്രം ഈ ഡോക്ടറെ കൈവിട്ടു, മരിക്കാറായി എന്ന അവസ്ഥയിലായി. ഈ ഡോക്ടർക്ക് വേണ്ടിയാണ് മാർപ്പാപ്പ ഒരു നിയോഗം എഴുതി സമർപ്പിച്ചത്. പാതിരിയപ്പ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മെത്രാൻ്റെ ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ 2ാമതൊരു കത്ത് വന്നു. അത്ഭുതകരമായിട്ട് ഈ ഡോക്ടർ സൗഖ്യപ്പെട്ടു. ആ കത്തുകൾ 2ഉം പാതിരിയപ്പയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. അപ്പം അങ്ങനെ അതിലൂടെ ഒത്തിരിയധികം ആളുകൾ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. 1967 15 ലക്ഷം പേരാണ് പാതിരിയപ്പയുടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നത്. 1968 സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ് അദ്ദേഹം മരിക്കുന്നത്. അതിനുശേഷം 1970 30 ലക്ഷം പേര് അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി. 2008 അതിൻ്റെ ശരീരം വീണ്ടും കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചപ്പോൾ 90 ലക്ഷം ആളുകളാണ് ആ ദിവസങ്ങളിൽ അവിടെ വന്ന് സന്ദർശിച്ചു പോയത്. അപ്പോൾ ഒത്തിരിയധികം ആളുകളെ സ്വാധീനിച്ച, വലിയ കൃപയിലേക്ക് മനുഷ്യരെ നയിച്ച ഒരു അസാമാന്യ വ്യക്തിത്വമായിരുന്നു, വിശുദ്ധനായിരുന്നു പാതിരിയപ്പയോ എന്ന് നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. പ്രത്യേകിച്ച് കുർബാനയോടും അദ്ദേഹത്തിൻ്റെ ഭക്തി, കുമ്പസാരത്തിലൂടെ അനേകം പേരെ അദ്ദേഹം വിശുദ്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദേവാലയം, ഇന്ത്യയിലെ ആദ്യത്തെ ഷ്രൈനാണ് പാതിരിയപ്പയുടെ പേരിലുള്ളത്, പനമരത്തുള്ള വിശുദ്ധ പാതിരിയപ്പയുടെ ഷ്രൈൻ. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ മുറിവിൽ നിന്ന് ഒഴുകി വന്ന രക്തം പുരണ്ട ഒരു തുണിയാണ് അവിടുത്തെ തിരുശേഷിപ്പായിട്ട് വെച്ചിരിക്കുന്നത്. ഒത്തിരി ആൾക്കാർ വന്ന് അവിടെ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പൂച്ചി സഭയിലെ ഈ 16 വിശുദ്ധന്മാരുടെയും തിരുശേഷിപ്പും ഈ ആലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കപ്പൂച്ചി സഭയിൽ 154ഓളം വാഴ്ത്തപ്പെട്ടവരുണ്ട്. അതിൽ 34 പേരുടെയും തിരുശേഷിപ്പ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ 50 കപ്പൂച്ചൻ വിശുദ്ധാത്മാക്കളുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിക്കപ്പെട്ട ആ ദേവാലയം വിശുദ്ധ പാതിരിയപ്പയുടെ പേരിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിഷ്ഠാലയമാണ്, ഷ്രൈനാണ്. അവിടെ വന്ന് അനേകം പേര് വിശുദ്ധ പാതിരിയപ്പയുടെ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തിരുശേഷിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് റോമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് ഗ്ലാസ്സിലിട്ട് സീൽ ചെയ്ത് കൊണ്ടുവന്നതാണ്.
നമുക്കങ്ങനെ പെട്ടെന്ന് തുറക്കാൻ പറ്റുകയൊന്നുമില്ല. ഏതായാലും എന്നോ ഒരിക്കൽ നമ്മുടെ അച്ഛന്മാർ ഉപയോഗിച്ചപ്പോൾ കയ്യും താണുപോയി ആ ഗ്ലാസ് മെല്ലെ ഒന്ന് പൊട്ടിയതിന് ശേഷം അതിങ്ങനെ വിണ്ടിരിക്കുന്നുകൊണ്ട് അതിന് മുമ്പൊക്കെ ആൾക്കാർ വന്ന് അത് ചുംബിക്കുമായിരുന്നു തിരുശേഷിപ്പ്. പിന്നീട് ആ ഗ്ലാസ് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ മുറിവുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാവുമെന്ന് കരുതി ചുംബിക്കാതെ ഇങ്ങനെ തൊട്ട് വണങ്ങുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ 6 മാസത്തോളം അങ്ങനെയാണ് ചെയ്തത്. ആ ഗ്ലാസ് പൊട്ടി ഇരിപ്പുണ്ടായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഷാജി അച്ഛൻ ആ തിരുശേഷിപ്പ് വീണ്ടും ആശ്രമ പള്ളിയിൽ നിന്നും ചാപ്പലിൽ നിന്നും ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഗ്ലാസ് അതുപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഓർത്തു കൂടെയുള്ള അച്ഛൻ ഗ്ലാസ് മാറ്റിയതായിരിക്കും. വൈകുന്നേരം മറ്റേ അച്ഛനോട് ചോദിച്ചു, ഈ ഗ്ലാസ് മാറ്റിയോ? കാരണം അച്ഛൻ പറഞ്ഞില്ല, അതങ്ങനെ മാറ്റാൻ പറ്റില്ല, അത് റോമിൽ നിന്ന് കൊണ്ടുവന്നതാണ്, സീൽ ചെയ്തതാണ്. അത് വലിയൊരു അത്ഭുതമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതെങ്ങനെ ആ ഗ്ലാസ് വീണ്ടും പൂർവ്വസ്ഥിതിയായി എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും അനേകം പേര് അവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവിടെ വന്നതിന് ശേഷം കണ്ട ഒരു പ്രത്യേകത, ഒത്തിരി ദമ്പതിമാർ വന്ന്, കുഞ്ഞുങ്ങളില്ലാത്തവർ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴിയായിട്ട് കുഞ്ഞുങ്ങൾ ലഭിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ 7 പേര് അവിടെ വന്ന് സാക്ഷ്യം എഴുതിയിട്ടിട്ടുണ്ട്. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലായിരുന്നു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന്. അതിലൊരു സഹോദരി പറഞ്ഞത് 12 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല, പ്രാർത്ഥിച്ചു, പിന്നെ കിട്ടിയത് ഇരട്ടക്കുട്ടികളെയാണ്. ഒരു കുഞ്ഞിനെ അവരുടെ ഇടവകയിൽ മാമസമുക്കി, ഒരു കുഞ്ഞിനെ നമ്മുടെ പാതിരിയപ്പയുടെ ദേവാലയത്തിൽ വന്ന് മാമസമുക്കി. അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും കൗൺസിലിങ്ങിലൂടെയും കുമ്പസാരത്തിലൂടെയും കുർബാനയിലൂടെയൊക്കെ വിശുദ്ധ പാതിരിയപ്പയുടെ മാധ്യസ്ഥം തേടി അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നമുക്കും ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ശുശ്രൂഷയിലൊക്കെ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ, അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ, ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. ഈ വിശുദ്ധൻ്റെ മാതൃക, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുർബാനയോടുള്ള ഭക്തി, കുമ്പസാരത്തോടുള്ള താല്പര്യം, ഇത് അനേകം പേരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം ഈശോ നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ആശീർവദിക്കട്ടെ.